ഒരുപാട് കാത്തിരുന്ന് നടത്തിയ നമ്മുടെ കോഴിക്കോട് വർക്ക്ഷോപ്പ് ഇതാ ഇന്നാണ്. സോ രാവിലെ തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സ്ഥലത്തെത്തി. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ സമയം കളയാതെ നമ്മുടെ റെഫറൻസൊക്കെ സെറ്റാക്കി ഒരു ഫോക്കസ് ലൈറ്റ് കൊടുത്തു. അപ്പോഴേക്ക് പാർട്ടിസിപ്പൻസ് എല്ലാം എത്തി. നമ്മൾ പയ്യെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം സ്കെച്ചിങ്ങിൻ്റെ ബേസിക്സിലാണ് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ഈ വർക്ക്ഷോപ്പ് നടത്തിയത് കോഴിക്കോട് ഡിസൈൻ ആശ്രമിലാണ്. അപ്പോൾ ഇവരുടെ ആംബിയൻസ് ശരിക്കും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. അങ്ങനെ അടുത്ത സ്റ്റേജിൽ അനു ബേസ് പെയിൻറ്റിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ വേഗം തന്നെ എല്ലാവരും പെയിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫുൾ ഡേ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് ശരിക്കും പാർട്ടിസിപ്പൻസിനും അതുപോലെ നമുക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ 1 മണിക്ക് ലഞ്ച് ബ്രേക്കിനായിട്ട് ഞങ്ങളെല്ലാം പിരിഞ്ഞു. ഞങ്ങൾക്കിന്ന് ഹിബയുടെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കടലാസ് കഫേയിലാണ് പോയത്. ആ കോഴിക്കോട് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു. 2 മണിക്ക് തന്നെ നമ്മൾ നമ്മുടെ സെഷൻ റെസ്യൂം ചെയ്തു. സോ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഒറിജിനൽ കളേഴ്സാണ് വയ്ക്കുന്നത്. ഈ സ്റ്റേജിൽ വരുന്ന ഒരു പ്രധാന കാര്യം കളർ മിക്സിംഗ് ആണ്. പക്ഷേ ഇത്തവണത്തേതൊരു ബിഗിനർ ഫ്രണ്ട്ലി വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ റെഫറൻസ് വളരെ ശ്രദ്ധിച്ചാണ് ചൂസ് ചെയ്തത്. നല്ല എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണിയൊക്കെ ആകാറായപ്പോഴത്തേന് ഞങ്ങൾ ഏകദേശം ഒരു വൈൻഡപ്പിലേക്ക് എത്തിയിരുന്നു. ഒരേ റെഫറൻസാണ് വരച്ചതെങ്കിലും ഓരോരുത്തരുടെയും പടം കാണാൻ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അനു ചൂസ് ചെയ്തത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഹൈലൈറ്റ്സ് ഒക്കെ ഇട്ട് സൈനൊക്കെ ചെയ്ത് എല്ലാവരുടെയും പെയിൻറ്റിങ്സ് ഒരുമിച്ച് കൊണ്ടുവച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഫസ്റ്റ് ടൈം ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്തവരിൽ നിന്ന് പോലും ഇത്രയും നല്ല ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ അവസാനം ഒന്നിച്ച് എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അന്ന് വൈൻഡപ്പ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള അടുത്ത വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം.